മോളെ എന്തു പറ്റി? മോളെന്താ ഇവിടെ മാറി നിൽക്കുന്നത്? അതൊന്നുമില്ല സാർ. ഇന്നലെ ഞാനാണെങ്കിൽ ഇവിടെ നിന്നത്. ഇന്നാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നതാണ്. ഇതായിരുന്നോ? ഞാൻ കുട്ടീനെ കൊണ്ടാക്കാൻ ഡ്രൈവറിനോട് പറയാം. അയ്യോ, അതൊന്നും വേണ്ട സാർ. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പൊക്കോളാം. ഞാൻ ബുക്ക് ചെയ്തു, ഇപ്പം വരും. ഓക്കെ കുട്ടി, എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഇടയ്ക്ക് ഓഫീസിൽ വെച്ച് കാണാം കേട്ടോ. ശരി എന്നെങ്കിൽ. എന്താ അമ്മു? സാർ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നത്. അമൃത, ഇപ്പം എൻ്റെ ഒരു കോൺഫറൻസ് കോൾ സ്റ്റാർട്ട് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഡിന്നർ കഴിച്ചില്ലോ അല്ലേ? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സാറേ, അത് പിന്നെ എനിക്കൊരു കാര്യം പോലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുന്നതിനോട് യാതൊരു താല്പര്യമില്ല. സോ അമൃതയ്ക്ക് മനസ്സിലാവാത്തതായി ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഗെറ്റ് ഔട്ട്. ഇവൻ്റെ ഈ കഴിപ്പ് കാണത്തൊന്നും അവനാണെങ്കിൽ കുറേ നാളായിട്ട് ഫുഡ് കഴിക്കാതെ ഇന്ന് ഫുഡ് കിട്ടിയ പോലെ. എന്താടാ, നീ വരെ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? ഇന്ന് കട്ടിലിൽ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പില്ല. നീയും കഴിക്കേ. എന്നതാ പിള്ളേരെ ഇതൊക്കെ? നേരത്തെ അറിഞ്ഞാണെങ്കിൽ പ്രവീണിനെ നേരത്തെ തന്നെ കെട്ടിക്കായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണെന്തി. ഞാൻ വന്നല്ലോ, ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ഉണ്ടായിരുന്നു. പിന്നെ അവളെന്തി? അവളോ? ഏതവള്? ഇവൻ്റെ പറച്ചിലിടത്തൊന്നും ഇവൻ നേരത്തെ ആരോ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്നു കണ്ണാ, നീ ഇങ്ങനെ ദഹിപ്പിച്ചവനെ നോക്കണ്ട. അവൻ ഇന്ന് ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. നീ അത് ഇല്ലെന്നാക്കരുത്. പിന്നെ നീ ചോദിച്ചത് അമൃതേനെ പറ്റിയാണെങ്കിൽ ആ കുട്ടി പോയി. ഇപ്പോൾ കുറേ നേരമായി. പോയെന്നോ? എങ്ങോട്ട്? എന്നോട് എന്താ ആരും ഒന്ന് പറയാഞ്ഞത്? ഓഹോ, നിന്നോട് അവൾ പറഞ്ഞിട്ട് പോകാൻ നീ അവളുടെ കെട്ടിയൊന്നുമല്ലല്ലോ. അതെ, പോയി. ഹോസ്റ്റലിലേക്കാണ് പോയത്. എന്തായാലും എൻ്റെ പെങ്ങളെ ഞാൻ നിന്നെ കൊണ്ട് കെട്ടിക്കത്തില്ല. കുറേ നേരമായി എല്ലാം കൂടെ ഈ ടേബിളിന് മുന്നേ ഇരുന്ന് ബഹളം തുടങ്ങിയിട്ട്. മിണ്ടായിരുന്നു, എല്ലാം കൂടെ കഴിച്ചോണം. കിരൺ ചേട്ടാ, ഞാനെന്ന് അയച്ച റെസിഗ്നേഷനോ? അങ്ങനെ ഒരു വാക്ക് നീ മിണ്ടിപ്പോവല്ലേ. എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ഓർത്ത് പണി പോയെന്ന്. എന്തായാലും നീ വന്നല്ലോ. എനിക്ക് ഇനി ഇവിടെ ജോലിയില്ലെങ്കിൽ നീ ആ മൂലയ്ക്ക് വന്നൊന്ന് ഇരുന്നാൽ മതി. എനിക്ക് മേലെ ആ പുള്ളിയുടെ വായിന്ന് കേൾക്കാൻ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇന്നത്തെ ഷെഡ്യൂളെങ്കിൽ പോയി പറഞ്ഞു കൊടുക്കട്ടെ. താൻ ജോലിക്ക് കയറിക്കോ. കം ഇൻസൈഡ് കിരൺ. ഇന്നത്തെ ഷെഡ്യൂൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ തരുന്ന പേപ്പേഴ്സുമായിട്ട് താൻ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലേ. അവിടെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് കേട്ടോ. ഓക്കെ സാർ. ഇതെന്താ സാർ, പുതിയ പ്രോപ്പർട്ടി വല്ലതും സാർ വാങ്ങിച്ചു? അതിൻ്റെ രജിസ്ട്രേഷൻ വല്ലതും ആണോ? പ്രോപ്പർട്ടി ഒന്നും അല്ലടോ, മാരേജ് രജിസ്റ്റർ ചെയ്യാനാ. പ്രവീൺ സാറിൻ്റെ ആണോ? നിനക്കിപ്പോൾ എന്തൊക്കെ അറിയണം? അവൻ്റേതല്ല, എൻ്റെ. ഓ ഓക്കെ. വാട്ട്? സാറ് കെട്ടിയോ? അതിന് ഞാൻ കെട്ടിയ കൊള്ളത്തിലെ, പറഞ്ഞത് ചെയ്യാം. എടാ, മീറ്റിംഗ് 30 minutesനുള്ളിൽ തുടങ്ങും. നീ വന്നേ. അച്ഛൻ നടന്നോ, ഞാനിപ്പം വന്നേക്കാം. ഞാൻ എനിക്ക് മീറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാം. നിൻ്റെ അർജൻറ്റ് വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തിട്ട് വന്നാൽ 30 minutes ഉണ്ട്. സാർ, നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം ശരിയാക്കിയിട്ട് വരാം. ഇന്ന് മൊത്തം അവിടെ നിൽക്കാനാണോ? ടെൽ മീ വാട്ട് യു വാണ്ട് അമൃത. സാർ, ഇതിലാണെങ്കിൽ സാറിൻ്റെ ഒരു സൈൻ വേണമായിരുന്നു. ഇന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് പറയാണ്ട് പോയത്? സാർ, അത് ഞാൻ പറയാൻ വന്നിരുന്നു. സാറിനായിരുന്നു ഫോണിൽ ബിസി ആയിരുന്നത് അല്ലേ? ഓക്കെ, ദാറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൾ. അങ്ങനെ ബിസി ആണെങ്കിൽ നീ ഞാൻ ഫോൺ ചെയ്യുന്നിടം വരെ നോക്കി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകണം. എന്താടി നോക്കി പേടിപ്പിക്കുന്നു? പറഞ്ഞങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. നിൻ്റെ കെട്ടിയവന് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്താടി. സോറി സാർ, അറിയാണ്ട് പറ്റിയതാ. അയ്യോ. സാർ, സോറി, അറിയാണ്ട് പറ്റിയതാ. ഇനി ഇവിടെ നിന്നാ ഞാൻ കാരണം നിൻ്റെ അറിഞ്ഞുകൊണ്ടെങ്കിലും പറ്റും. സോ ഗെറ്റ് ഔട്ട്. ഐ സെഡ് ഗെറ്റ് ഔട്ട്. 30 minutesനുള്ളിൽ മീറ്റിംഗ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഓക്കെ അല്ലേ?
ആ ഓക്കെയാണ് സാർ, ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നെങ്കിൽ ഞാൻ മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലട്ടെ. പ്രിയേട്ടാ ഇവിടെ നിൽക്കുവാണ്. എനിക്കൊക്കെ നിങ്ങളുടെ ബ്രദറിന് അത്ര പിടിക്കുന്നില്ല. എന്നോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞേക്കുന്നു. എടി നീ ഒന്ന് അടങ്ങ്, എന്നാ പ്രശ്നം? നീ രാവിലെ അവൻ്റെ മാറ്റി ചെന്ന് കയറിയോ? ഓ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അല്ല നിങ്ങളെന്നെ ഇവിടെ ഹണിമൂണിനൊന്നും പോകുന്നില്ലേ? ബെസ്റ്റ്, ഓർമ്മിപ്പിക്കില്ലേ. അവനതിന് ഹണിമൂണിന് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ട, ഒരു പ്രോജക്റ്റ് കിട്ടിയേക്കുമല്ലേ. മോളെ മതി, അതവിടെ ഇട്ടേരെ. ബാക്കി നീ അമ്മ ചെയ്യാം. എന്തായാലും മോൾ ഇത്ര നേരം കിടന്ന് കഷ്ടപ്പെടുകയല്ലായിരുന്നു. അത് സാരമില്ല, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. രണ്ടാരും ഇവിടെ ഇരിക്കുവാണോ? ഞാനെങ്കിൽ ഓഫീസിലേക്ക് ഇറങ്ങും കേട്ടോ. ഇനി നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഇനി പ്രിയം കൂടെ പോയി തുടങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും. പിന്നെ പ്രിയമോൾക്കാണെങ്കിൽ അവനോട് ദേഷ്യമൊന്നും തോന്നരുത്. കാരണം നമ്മുടെ ഓഫീസിലൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് അവനാണെങ്കിൽ മോളുടെ കൂടെ ടൈം അത്രയും സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തത്. അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഓഫീസിലെ കാര്യങ്ങളല്ലേ, അതൊന്നും എനിക്ക് അറിയാത്തത് അല്ലല്ലോ. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഐ എം ഹാപ്പി വിത്ത് ദിസ് ലൈഫ്. അയ്യോ ഇതേ ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആരാ നിങ്ങൾ? എന്ത് വേണം? ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ? ആരാ മോളെ വന്നത്? ഞാനാണെങ്കിൽ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ ചെക്കനെ കാണാമെന്ന് വന്നതാ. ഞങ്ങളുടെ കുടുംബത്തിലാണെന്ന് വന്നിരുന്നു. ഒരു രാത്രി ഞങ്ങളുടെ വീട്ടിൽ തങ്ങി ഞങ്ങളുടെ കുട്ടിയായിട്ട് അവൻ പറയാൻ പോലും നാണക്കേട് തോന്നുന്നു. എന്നിട്ട് അവളെ അവൻ കല്യാണം കഴിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പോന്നു. അവളുടെ അച്ഛനെയും അമ്മേനെയും പുതിയ ആശുപത്രിയിലേക്ക് മാറ്റി. അവനിന്ന് കണ്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എന്താ ചേച്ചി പറയുന്നത്? ചേച്ചിക്ക് വീട് വല്ലതും മാറിയതായിരിക്കും. ഇവിടെ ഒരാളുടെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് എൻ്റെ മകനാണ്. തേ നിൽക്കുന്ന കുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. ഓഹോ, അപ്പം അവനാണെങ്കിൽ 2 കെട്ടിയതാണോ? എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുട്ടീനെ അവൻ കൊണ്ടുവന്നു. എൻ്റെ മകനെ കൊണ്ട് ആ കൊച്ചിനെ കെട്ടിക്കാനിരുന്നതാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ആ പെണ്ണ്. എന്തായാലും സാരമില്ല, ആ പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്താ പറഞ്ഞ? 2 കെട്ടിയതാണോ? വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നുണ്ടല്ലോ. ഒരെണ്ണം വെച്ചങ്ങ് തരിഞ്ഞ്. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ ഈ വീട്ടിലെ മരുമോളെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ നിന്നെ അങ്ങ് കൊണ്ടുപോകും. അന്നേരം അവൻ തന്നെ വരും. അതിനുള്ള ധൈര്യം നീ നിനക്കില്ലേടാ ചെറുക്ക. എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ നീ ആയുസ് കളയുന്നേ? എന്താ അമ്മ ഇത്? ആരാ ഇവരെ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാരാ? എനിക്കറിയില്ല മോനെ, ഇവർ കുറച്ച് മുമ്പ് ഇവിടെ വന്ന് ബെല്ലടിച്ചതാ. ഇവരാണെങ്കിൽ പറഞ്ഞ നീ അവരുടെ മോളെ കെട്ടിയെന്നാ. നീ 2 കെട്ടിയതാ. നീ അവരുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രിയനെ കൊണ്ടുപോകുന്നു. ഇതാണോ നിങ്ങളുടെ മോൻ? നിങ്ങൾ ചുമ്മാ കളിക്കില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെറുക്കനെയല്ല, വേറെ ഒരു ചെറുക്കനില്ലേ, അവനാ കൊണ്ടുവന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് വല്ല തെറ്റ് പറ്റിയതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക. അതല്ലാണ്ട് ഇവിടെ നിൽക്കുമെങ്കിൽ ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. വേണ്ട, ഞങ്ങളിപ്പോൾ പോയേക്കാം. പക്ഷേ നീ പറഞ്ഞതിൽ വല്ല മാറ്റമോ തെറ്റോ എന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടൊരു വരവും കൂടെ വരും കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ഓഫീസിലേക്ക് പോവുക. ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ എടുക്കാൻ മറന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ അമ്മയെ നീയും ആണെങ്കിൽ ഇപ്പം ഇന്ന് ഇവിടെ നടന്ന കാര്യത്തിനെ പറ്റി വീട്ടിൽ ആരോടും പറയണ്ട. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്തായാലും പ്രണവിനോടും ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ആ വന്ന ആളുടെ ക്യാരക്ടർ അത്ര നന്നായിട്ട് തോന്നില്ല, ഒന്ന് സൂക്ഷിക്കണേ. ഏയ് നീ ഇങ്ങനെ പേടിക്കാതെ, അതിന് മാത്രം ഒന്നുമില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തോ. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായിട്ട് ആരെയും അകത്ത് കയറ്റി വിടണ്ടെന്ന്. ശരി എന്നെങ്കിൽ. എന്ത് ബോറിങ്ങാ. ചേച്ചി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ കഴിച്ച് ഇനി പയ്യെ മേലേക്ക് പോകാം. ഇതാണോ ഓഫീസ്? ആ കൊച്ചിനോട് ചോദിച്ചു നോക്കിക്കേ. എന്താടി ഇതൊരു ഓഫീസല്ലേ? മിണ്ടല്ലേ, പുറത്ത് അവരെ നിൽപ്പുണ്ട്.
ഇതൊക്കെ എപ്പോൾ തുടങ്ങി? രണ്ടാളും ക്യാബിനിലേക്ക് വാ, നീയും വാടാ. അമ്മേ, നിങ്ങൾ ചോദിക്കുന്ന ആൾ ഇവിടുത്തെ CEO. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറി CEO-നെ കാണാൻ പറ്റത്തില്ല. അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കടത്തി വിടാൻ പറ്റത്തുള്ളൂ. ഒരു അപ്പോയിൻമെൻ്റ് അവളുടെ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ സാറിനെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരും. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പൊക്കോ. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ അമ്മു ഇങ്ങനെ കിടന്ന് കരയുന്ന? പിന്നെ അവൾ എന്നാ ചെയ്യേണ്ടത്? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. എടാ, വിവാഹം എന്ന് പറയുന്നത് അത് കുട്ടിക്കളിയൊന്നുമല്ല. ഇതൊക്കെ ഇനി വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ഇങ്ങനെ ബഹളം വെക്കുന്ന കണ്ടാൽ തോന്നും ഞാൻ അവളെ വയറ്റിലാണ് ഉണ്ടാക്കിയെന്ന. അതെ, കുട്ടിക്കളിയല്ല. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ ഞാൻ കിട്ടിയത്. ലൈഫ് ലോങ് അവളെൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്ര നേരം നീ പറഞ്ഞ എല്ലാം ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നു. പക്ഷേ നീ വിവാഹം കഴിക്കുന്ന നിന്റെ മാതാപിതാക്കളായി ഞങ്ങൾ അറിയണ്ടേ? അച്ഛാ, ശരിക്കും ആ ഒരു നിമിഷത്തിൽ അത് പറയാൻ പറ്റിയില്ല. കാരണം സത്യത്തിൽ നീ ഇവിടെ അമ്മൂനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഇവിടെ വിഷയമില്ല. അമ്മൂനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിക്കുടിനെ പോലെയാണ് ഞാൻ കാണുന്നത്. കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ നിന്നോട് ഇത് ചോദിക്കണമെന്ന് കരുതി തന്നെ ഇരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നവനത് നിസ്സാരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി നീ കാര്യമായിട്ട് ചിന്തിക്കണം. നിങ്ങൾ രണ്ടുപേരും ജീവൻ ആപത്തിൽ. ഇത്രയും ശരിയാക്കാൻ അറിയാമെങ്കിലാണോ എനിക്ക് ബാക്കി അവരുടെ കാര്യം. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പിന്നെ അമ്മൂനെ എങ്ങനെയെങ്കിലും ആ ഹോസ്റ്റലിൽ നിന്ന് മാറ്റണം. അത്രേ ഉള്ളൂ ഇപ്പം എൻ്റെ ചിന്ത. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഇപ്പോൾ ഇത് വീട്ടിലെ അമ്മയോടൊന്നും അറിയിക്കേണ്ട. പിന്നെ പ്ലാൻ എന്നാന്ന് ചോദിച്ചാൽ അവളുടെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ ഇവിടെ അടുത്ത്, അന്നേരം അങ്ങോട്ടേക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ അവൾ ഒറ്റയ്ക്കായെന്ന് തോന്നിക്കേണ്ട. ഇടയ്ക്ക് ഞാൻ പോയി നിൽക്കാം. അല്ലാത്തപ്പം ഇവനെയും കൊണ്ട് നിർത്താം. പ്രിയയും ഉണ്ടല്ലോ. അപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? അതെന്ത് ചോദ്യമോ? അതൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ എല്ലാം നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇവളെ ലീഗലിൻ്റെ വൈഫ് തന്നെ ഇപ്പം. അപ്പം നീ മൊത്തത്തിലൊരു പ്ലാൻഡ് ആയിരുന്നല്ലേ? എന്തായാലും ഞാൻ ഈ കാര്യം വലിയേട്ടനും കൂടെ സംസാരിക്കാം. പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലൊരു തീരുമാനം വേണ്ടേ? അതിൻ്റെ കാര്യം ശരിയാക്കാം. അതായത് നിങ്ങൾ ഫ്ലാറ്റിലേക്ക് എനിക്ക് വിട്ടോ. ഇപ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇതെല്ലാവരും ഉണ്ടല്ലോ സാർ. സാറ് പറഞ്ഞ പോലെ ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ താഴെ ഒരു അമ്മയും മോനും വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തോ വാക്ക് തർക്കമൊക്കെ റിസപ്ഷനിലിസ്റ്റുമായിട്ട്. അവരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എന്താ കാര്യം ചെയ്യേണ്ടത്? ഇനി അവർ വന്നാൽ എന്നെ അറിയിച്ചാൽ മതി കിരൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യും. ബൈ. നോക്കി നിൽക്കാതെ ഇറങ്ങി നടന്നു വാടി. ഇഷ്ടപ്പെട്ട റൂം പിന്നെ നിനക്ക് എടുക്കാം. ആ റൂമിൽ എൻ്റെ ലഗേജ്. നിനക്ക് വേണമെങ്കിൽ ആ റൂമിൽ കൊണ്ട് വെക്കാം. സാറിന്ന് ഇവിടെയാണോ? അതിനാ ഞാൻ നിന്നെ ഇവിടെ വേണ്ടേ? ഇത് പിന്നെ എൻ്റെ വീടും കൂടെയല്ലേ. എന്നെ ഇറക്കി വിടാനാണോ നിൻ്റെ ഉദ്ദേശം? ഒരു നിരത്തിൽ കൺട്രോൾ ചെയ്യുന്നു. അന്നേരം അവളുടെ കൊടുക്കത്തെ ചോദ്യം കൂടെ ചോദിക്കുന്നു. സോറി സാർ, എനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയില്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. CMO, നീ എന്നെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതിൽ പിന്നെ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്കറിയാം എനിക്ക് പെട്ടെന്നുള്ള തുറന്നു പറിച്ചിട്ട് നിനക്കൊരു ഷോക്ക് തന്നെയായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. എന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ സുരക്ഷിതമായിട്ട് പാർപ്പിച്ച് സാറിൻ്റെ വീട്ടിൽ ആരും അറിയാണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന സാറിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയുന്ന? എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമാണ്. താങ്കറിയാതെമോ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം കേട്ടോ. എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ താൻ വെയിറ്റ് ചെയ്യണം. അപ്പം നീ പറയുന്ന അവരുടെ കല്യാണം കഴിഞ്ഞതാണോ? അതെ, കല്യാണം കഴിഞ്ഞു. രണ്ടുപേര് വന്നത് അവരെ അന്വേഷിച്ച കുറച്ച് സീരിയസ് ഇഷ്യൂസൊക്കെ തന്നെ നടക്കുന്നുണ്ട്.
എല്ലാം ശരിയാക്കണം. നീ ഇതിപ്പോൾ ആരോടും പറയണ്ട കേട്ടോ. ഏട്ടൻ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ അകത്ത് അന്വേഷിച്ചു. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഞാനൊരു സീരിയസ് കാര്യം പറയണമെന്ന് കരുതിയിരുന്നത്. നമ്മുടെ കണ്ണനും കൂടെ ഒരു പെൺകുട്ടീനെ ആലോചിക്കണ്ടേ? എൻ്റെ ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്, മിടുക്കിയ. നമുക്ക് അവളെ ആലോചിച്ചാലോ? അതിപ്പം വേണോ നീതു? നമ്മുടെ കണ്ണനും കൂടെ ചോദിച്ചിട്ട് മതി നീ ആ കുട്ടിയോടൊക്കെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മുടെ കണ്ണൻ അതിന് പ്രിപ്പേർഡ് അല്ലെങ്കിലോ? നമ്മുടെ കണ്ണൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കാൻ നിന്ന ഈ ഒരു വയസ്സിൽ, ഈ ആയുസ്സിലൊന്നും അവൻ കേട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും തീരുമാനിച്ചു. വരട്ടെ, പയ്യെ അവനോട് പറയാം. ഈ എടിപിടി എന്നുള്ള ഒരു കല്യാണ ആലോചനയൊക്കെ വേണോ നീതു? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ഏട്ടൻ എന്നെ കണ്ണൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ശുഷ്കാന്തി ഇല്ലാത്ത. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നടത്തും. എന്ത് പറഞ്ഞാലും ഞാൻ ആലോചിക്കാം. പിന്നെ അവനോട് പറയുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഈശ്വര, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ദൈവമേ? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. എന്തായാലും നീ ഇവിടെ ഇറങ്ങിക്കോ. ഓഫീസിൽ ഇനി ആരെങ്കിലും കണ്ടിട്ട് ഇനി അതൊരു പ്രശ്നമാക്കണ്ട. ഈ മാറിന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഹായ് അമൃത, തനിക്കെന്നെ ഓർമ്മയില്ലേ? താനെന്താ സാറിൻ്റെ വണ്ടിയിൽ വന്നിറങ്ങുന്ന? അതെന്തിനാ താൻ അറിയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സിഇഒമാരെ മാത്രമേ മോൾക്ക് പിടിക്കത്തുള്ളൂ. അവനുള്ളതൊക്കെ തന്നെ അടി എനിക്കും ഉള്ളത്. എന്തൊരു വൃത്തികെട്ടവനോടാ താൻ. പിന്നെ അത് വെച്ച് നീ കമ്പയർ ചെയ്യണ്ട. അദ്ദേഹത്തിന് നാട്ടലുണ്ട്, നിനക്കതില്ല. സാർ, ഇന്നത്തെ ഷെഡ്യൂൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മെയിനായിട്ടും ആ കമ്പനിയിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് വരും. അന്നേരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ സാർ. പിന്നെ സാർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞാനിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ലീവാണ്. എൻ്റെ അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു. ഓക്കെ കിരൺ, അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവല്ലേ? പിന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അമൃതനെ വിട്ടാൽ മതി. കൊള്ളാം. എന്നാലും അമ്മു, നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ല. നായികയ്ക്ക് 40 വട്ടം അവനെ കുറ്റം പറഞ്ഞിട്ട് അവൻ്റെ താലിയും കഴുത്തിലിടണമെന്ന് നിൽക്കും അവള്. എന്നെ പറയാനാ പ്രിയ സംഭവിച്ചോ? കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ചേച്ചി അങ്ങനെ പറയാതെ. എടോ അമൃത, തന്നെ സാറ് വിളിക്കുന്നുണ്ട്. വേഗം ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ലഞ്ച് ബ്രേക്കിന് പണി എടുപ്പിക്കുന്നതിന് എന്നെക്കൊണ്ട് എക്സ്ട്രാ സാലറി വേണം. പിന്നീട് ഈ കമ്പനി തന്നെ ഇപ്പം നിൻ്റെയാ. അപ്പോഴാണ് ഇനി അവളുടെ എക്സ്ട്രാ സാലറി. ഇവിടുന്ന് ഒരാളെ വിളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് കുറേ നേരമായല്ലോ. എന്താ താമസിച്ചത്? ലഞ്ച് ബ്രേക്ക് അല്ലായിരുന്നോ? അതിനിപ്പോൾ എന്താ? വാ, ഇത് നോക്കി ഈ പേപ്പേഴ്സ് മൊത്തം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. പിന്നെ ആ ഡീലർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനോട് വരാൻ പറയട്ടെ? യെസ് അയാളോട് വേഗം വരാൻ പറയും. ഗുഡ് ആഫ്റ്റർനൂൺ പ്രണവ്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഇവിടേക്കാണ് താങ്കൾ സൈൻ ചെയ്യേണ്ടത്. മിസ്റ്റർ മുരളി, ആ സോഫയിലേക്ക് ഇരിക്കാം. താങ്കൾ വരും. അമൃത, കം. നിൻ്റെ ഇമാതിരിയുള്ള കഴപ്പ് കേൾക്കാൻ നിനക്ക് എൻ്റെ പെണ്ണെ തന്നെ വേണമല്ലേടാ ചേട്ടെ. ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഹേമാനോട് പോയി പറഞ്ഞേരെ ഇത് മൊത്തത്തിലുള്ള പ്രോജക്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തെന്ന്. ഇറങ്ങി പൊക്കോണം നീ ഇവിടുന്ന്. പിന്നെ നിന്നോട് അമ്മു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കുക. അല്ലാതെ നിന്നെയൊന്നും കൂട്ടിക്കൊടുത്തിട്ട് വേണ്ട എനിക്കൊരു പ്രോജക്റ്റ് സൈൻ ചെയ്യും. പൊക്കോ ഇവിടുന്ന്. നീ കാണണ്ട. ഐ സെഡ് ഗെറ്റ് ഔട്ട്. ഓരോന്നൊപ്പിച്ച് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് കുടിച്ച് മരിക്കുക. നീ എന്നെ പോക്കറിച്ചേടാ കൊച്ചിനോട് പറഞ്ഞത്. നീ മാത്രമല്ലേ അതിനുള്ളൂ. നീ അതുപോലും ചിന്തിക്കാതെ. അവളെ പറഞ്ഞത് കൂടിപ്പോയെന്നൊന്നും എനിക്ക് തന്നിട്ടില്ല. ലേശം കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. നീ ഇത് എന്ത് ഭാവിച്ച എൻ്റെ പൊന്നെ കണ്ണ? നിനക്കറിയാത്തതാണോ? ആ പെണ്ണിപ്പോൾ എന്തൊരു വിഷമിക്കുന്നതാണ്. നിന്നെ വിശ്വസിച്ചല്ലേ അത് നിൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഓരോന്നൊപ്പിച്ച് വെച്ചേക്കുന്നത്. എനിക്കിനി പറയണ്ട നിന്നോടൊന്നും. നീ എന്നാന്ന് വെച്ചാൽ കാണിക്കുക. പുതിയ സമാധാനം തരത്തില്ലല്ലോ.
സാർ എന്താ ഈ സമയത്ത് ഇവിടെ? എന്താ സാർ, സാർ കുടിച്ചിട്ടുണ്ടോ? ആ ലേശം കുടിച്ചിട്ടുണ്ട്. എൻ്റെ എങ്കിൽ സാറ് ചെല്ല്, നമുക്ക് നാളെ ഓഫീസിൽ വെച്ച് കാണാം. പറ്റില്ല, അതിന് വേണ്ടിയിട്ടല്ല ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, അത്ര തന്നെ. വന്ന് ഇവിടെ ഇരിക്കേ. എന്താ സാറ്? സാറിന് എന്തായാലും നമുക്ക് നാളെ സംസാരിക്കാം. സാർ ചെല്ല്. ഞാൻ ഇന്ന് ഇവിടെയാണ് എൻ്റെ വീട്ടിൽ പറഞ്ഞത്. നിനക്കെന്നെ മനസ്സിലാവത്തില്ലേ? ഇന്ന് ഞാൻ നിൻ്റെ കൂടെ. സാറേ, വിഷയം ഉണ്ടാക്കാതെ ചെല്ല്. ഞാനെനിക്ക് പ്രവീണേട്ടനെ വിളിക്കണോ? അല്ലെങ്കിൽ ഒരു കോപ്പിനെയും വിളിക്കുന്നില്ല. അവൻ തൊട്ടപ്പോൾ നീ ഉണ്ടായിരുന്നില്ല. ഞാൻ തുടങ്ങുമ്പോൾ മാത്രം സൂക്ഷിച്ച് സംസാരിക്കണം. ഈ അടി നീ അവന് കൊടുത്തില്ലല്ലോ അച്ചേറ്റയ്ക്ക്. പകരം എന്നെ അവൾ കയ്യോങ്ങി അടിച്ചേക്കുന്നു. സാർ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്നെ ഒന്നും ചെയ്യല്ല. നീ എന്താടാ ഇവിടെ നിൽക്കുന്ന? അവൻ വന്നില്ലേ? നേരത്തെ പോയെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങട്ടെ. കണ്ണ, നീ വന്നോ? എവിടെയായിരുന്നു നീ ഇന്നലെ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു. ഇന്ന് രാവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളതുപോലും നിനക്കറിയത്തില്ലേ? ഞാൻ ഒരു തരത്തിൽ അത് ഹാൻഡിൽ ചെയ്തത്. ഇനി 2 days കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഐ നോ, ഐ എം റിയലി സോറി. ഞാനിപ്പോൾ അച്ഛനെ കണ്ടിട്ടാണ് വരുന്നത്. എന്നോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. എടാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്താടാ, എന്തുപറ്റി? നീ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. നീ ഇന്നലെ എവിടെയാണ് പോയത്? എടാ, അത് പിന്നെ ഞാനിന്നലെ ഫ്ലാറ്റിലേക്കാണ് പോയത്. അമ്മ അവിടെ തനിച്ചുണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ അവളെ... എന്താ നീ പറഞ്ഞു വരുന്നത്? നീ അവളെ ഇന്നലെ ഒത്തിരി മദ്യപിച്ചത് കൊണ്ട് ഞാൻ പറ്റിപ്പോയി. ഇനി എന്നാ ചെയ്യാൻ പറ്റുന്നു? അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ ഇത്? നീ എന്നാ ചെയ്തെന്നുള്ള ബോധം നിനക്കുണ്ടോ? അവൾ വിചാരിക്കില്ലേ നീ അവളെ യൂസ് ചെയ്യുന്നെന്ന്? എന്നെ ചെയ്യാനാ ഇനി? ഒന്നത് ആർക്കും അറിയത്തില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പോലും. അവൾ എന്നോട് മിണ്ടുന്നില്ല. ഇതേപോലെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് അവളെ വലിയ ഇഷ്ടം. എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അവളെന്നോട് മിണ്ടുന്നില്ലടാ. ഇന്ന് വന്നില്ലോ. സാർ എന്തെങ്കിലും സീരിയസ് ഡിസ്കഷനിലായിരുന്നോ? സോറി ടു ഇൻറ്ററപ്റ്റ് സാർ. ഇപ്പം അമൃത ഇവിടെ വന്നിരുന്നു. ഈ കേസ് സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എവിടെയോ യാത്ര പോകുകയാണെന്നാണ് പറഞ്ഞത്.